ഹലോ. അപ്പം ഇന്ന് നമുക്കൊരു കൂണിൻ്റെ ആകൃതിയിലുള്ളൊരു വീടുണ്ടാക്കിയാലോ, ക്ലേ വെച്ചിട്ട്. സംഭവം ക്ലേ വെച്ച് എനിക്കൊന്നും ഉണ്ടാക്കാറില്ല. പണ്ട് ചെറുപ്പത്തിൽ മണ്ണ് കിട്ടുമ്പോൾ കുഴച്ച് എന്തൊക്കെയോ ഉണ്ടാക്കും എന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ല. സംഭവം അതിൻ്റെ കോഴ്സ് പഠിക്കണം എന്നൊക്കെയായിരുന്നു. കരങ്ങി തിരിഞ്ഞ് കരങ്ങി തിരിഞ്ഞ് അവിടെ വരെയൊക്കെ എത്തി. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. ആ ചേച്ചിയുടെ പേര് എനിക്കറിയില്ല. എന്ത് ഭംഗിയായിട്ട് ക്ലേ കൊണ്ട് ഒരു സാധനങ്ങൾ ഉണ്ടാക്കണത്. അപ്പോൾ എൻ്റെ കയ്യിൽ മണ്ണുകൊണ്ടുള്ള ക്ലേ ഒന്നും ഇല്ലെങ്കിലും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു 7.5 ക്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളത് കൊണ്ടാവണം പോലെ എന്ന രീതിയിൽ ഞാൻ ആ ക്ലേ അങ്ങോട്ട് എടുത്തു. ആ സാധനം പുറത്തേക്ക് എടുത്താൽ കുറച്ച് മിനിറ്റുള്ളിൽ വേഗം അത് ഡ്രൈ ആയിപ്പോവും. പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. റബ്ബർ ബന്ത് പോലത്തെ സാധനമായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് പേപ്പർ ഗ്ലാസും പ്ലേറ്റൊക്കെ എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു അധികം നീളം വേണ്ട, കാരണം നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ക്ലേ ഇല്ല. അതായത് ഒരു തുണ്ട് ക്ലേ ഉള്ളൂ, അത് വെച്ച് ഈ വീട് ഫുള്ളും കവർ ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമല്ല. ഞാൻ പിന്നെ കൈ കൊണ്ട് കുറേ പരത്തിയും തിരുത്തിയൊക്കെ വെച്ച് നോക്കി. എൻ്റെ കയ്യിൽ അതിൻ്റെ ടൂൾസ് വേണം. ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഭംഗിയിൽ നമുക്കതിനെ പെർഫെക്റ്റാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് വലിയ പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതേ രൂപത്തിൽ പിൻട്രസ്റ്റിൽ കണ്ട രൂപത്തിലൊന്ന് തട്ടിക്കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ ഇൻസ്റ്റയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റീൽ കണ്ടിന്യൂസ് അതന്നെ കണ്ടുകൊണ്ടിരുന്നത്, പിന്നെ അത് സംബന്ധിച്ചിടത്തോളം റീലോലായിരിക്കും പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കേണ്ടത്. എന്ത് നല്ല രസമാണ് കാണാൻ. എന്തായാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ഞാൻ ക്ലേ ഒക്കെ ഒരു ഇതാക്കി, എന്നിട്ട് എൻ്റെ കയ്യിലുള്ള പെൻസിലെടുത്ത് അങ്ങ് പരത്താമെന്ന് വിചാരിച്ചു. കാരണം ആ ചേച്ചി ഒരു റൗണ്ട് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പരത്തുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അപ്സര പെൻസിൽ അതിൻ്റെ ഡിസൈനിൽ പരന്നു തുടങ്ങി. അപ്പോൾ അത് പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൈ കൊണ്ട് കുഴച്ച്. പിന്നെ എൻ്റെ കെട്ടിയോൻ പറയും, നിനക്കല്ലെങ്കിൽ കുരുട്ടുബുദ്ധി ഇത്തിരി കൂടുതലാണ്. നമ്മുടെ കയ്യിൽ കുരുട്ടുബുദ്ധി ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നതും. ലാസ്റ്റ് ഞാൻ ഇതേപോലെ ഒട്ടിച്ചതേ പെയിൻറ്റ് അടിക്കണ പോലെ തങ്ങളുടെ കൈ കൊണ്ട് ഇതെങ്ങനെ അങ്ങോട്ട് പരത്തിയേ കൊടുത്ത്. അല്ല പിന്നെ നമ്മളോട് കളി. നമുക്കൊരു വഴി പോയാൽ അടുത്ത വഴി തുറക്കുന്നേ എന്തായാലും. അങ്ങനെ ഞാൻ ചുറ്റും ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ മറ്റേ മേൽക്കൂര കോണ് പോലത്തെ ഒരു സാധനം വയ്ക്കണം. അതിലാണ് ഞാൻ പെട്ടുപോയത്. ഷേപ്പിൽ നിൽക്കാനായിട്ട് അതിൽ അത്യാവശ്യം ആ ഒരു ഓറഞ്ച് കളർ ക്ലേ വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഓറഞ്ച് കളർ തികയില്ല. അങ്ങനെ ഞാൻ പരത്തി വന്നപ്പോൾ ഒരുമാതിരി എന്തൊരു ഷേപ്പ്. ഞാൻ ഈ സൈഡിൽ ഇതിൻ്റെ ഒറിജിനൽ പിക്ക് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനൽ പിക്ക് കൊടുത്താൽ റെഡിയാവില്ല എന്ന്. അങ്ങനെ ഞാൻ അതിന് കുഞ്ഞൊരു വാതിലൊക്കെ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഓറഞ്ച് കളർ കഴിഞ്ഞ കാരണം മുകളിൽ ആ കുനിപ്പൊന്ന് ഒരു ഉണ്ട എടുത്തിട്ടാണ് ഞാൻ ഈ വാതിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം പിൻട്രസ്റ്റിൽ വീണ്ടും നോക്കിയപ്പോൾ ജനാലയമേയും ഒരു ഓറഞ്ച് കൊടുത്തുക്കണം. അപ്പോൾ വീണ്ടും ആ മേൽക്കൂരയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ വീണ്ടും ജനലേമയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വാതിൽ ഇതൊക്കെ പറയണത്. ഇത് ഉണ്ണിയോൾ പോയ നേരെ തന്നെ ഉണ്ടാക്കണം. അവരുണ്ടെങ്കിൽ ഈ ക്ലേ ഒന്നും എൻ്റെ കയ്യിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ ഉണ്ടമണികളായിട്ട് ചുരുട്ടി കുഞ്ഞൊരു വാതിലിൻ്റെ രൂപത്തിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. സംഭവം ഈ വീട് കുറച്ചും കൂടി വലുപ്പത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. കാരണം ഈ സൈഡിൽ വെക്കണ ഒരു ബൊമ്മയുണ്ട്. ആ ബൊമ്മ ഒരു നോർമൽ വലുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയ ബൊമ്മ അങ്ങ് എന്താ പറയുക വീടിനേക്കാൾ മുകളിൽ പോയി. ഞാൻ ലാസ്റ്റ് ആ ബൊമ്മേനെ ഞാൻ പകുതിയിൽ വെച്ച് കട്ട് ചെയ്യേണ്ട വന്നു. അതിൻ്റെ വയറ് ഞാൻ അങ്ങോട്ട് പകുതിയിൽ വെച്ച് അങ്ങോട്ട് ഇങ്ങനെ പറിച്ചെടുത്തു. പിന്നെ അതിൽ ഞാനൊന്ന് അമക്കി കൊടുക്കുകയാണ്. അതിൻ്റെ വൃത്തികേടുകളൊക്കെ ആ പിക്സിൽ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്ത പിക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മളിനിയും മണ്ണുകൊണ്ടുള്ള ക്ലേ വാങ്ങിച്ചിട്ട് നമ്മുടെ പരീക്ഷണങ്ങൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. അപ്പം നമ്മളിത് ജനാലയമേ അങ്ങനെ ഡെക്കറേഷൻ പണിയൊക്കെ ഇങ്ങനെ സൈഡിൽ ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ക്രോസ് പോലെ വാതിലിൻ്റെ രീതിയിൽ ക്രോസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം നമുക്ക് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അത്യാവശ്യം ക്ലേ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എന്നോട് തന്നെയുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ ചുരുട്ടണതിന് ഓരോ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് പരത്തി ഒരുമാതിരി ഒച്ചിൻ്റെ പോലത്തെ ആകൃതിയിലൊക്കെ നമുക്ക് കിട്ടും. എന്തായാലും നമ്മൾ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ മനസ്സംതൃപ്തി ആയില്ലെങ്കിലും ഏകദേശം ഒരു ഔട്ട്ലേക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ പിള്ളേർ എന്നെയൊക്കെ നന്നായി ഉണ്ടാക്കുമായിരിക്കും. എന്നാലും നമ്മൾ തളരാൻ പാടില്ല. നമ്മുടെ കഴിവുകൾ നമ്മളിപ്പോഴാണ് പൊടി തട്ടി എടുക്കേണ്ടത്. ഈ കഴിവുകളൊക്കെ ഞാൻ പണ്ടേ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആരായിപ്പോയേനെ. അപ്പം മടി എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നമ്മുടെ വീട് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ആ വാതിലിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവർ വയ്ക്കുന്നത് കണ്ടത്. അത്രയും ചെറിയ ഫ്ലവർ, അതായത് അത് നമ്മളൊരു ഗ്ലാസ് പോലത്തെ സാധനത്തിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കൈ കൊണ്ട് അത് പ്രസ് ചെയ്യും തോറും നമ്മളത് ഡിസൈൻ ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് ആ ഡിസൈൻ പോവും. നമ്മൾ വീണ്ടും ഡിസൈൻ ചെയ്യും, നമ്മളെ കൈ വയ്ക്കുമ്പോൾ ആ ഡിസൈൻ പോവും. അങ്ങനെ ഒരു ലെവൽ ഞാൻ എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ വാതിൽ നമ്മൾ പൂവൊക്കെ സെറ്റ് ചെയ്ത് ഒരു വീട് നമുക്ക് ഏകദേശം ഒന്നാക്കിയെടുത്തു. ഇനി വാതിലിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂ പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ കൈ കൊണ്ട് തന്നെ ചെയ്തു. നെക്സ്റ്റ് ടൈം ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് പേപ്പർ
ഞാൻ ആദ്യം വിചാരിച്ചത് ആ പേപ്പർ ഫുള്ളും എടുക്കാമെന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ വീണ്ടും സത്യം മനസ്സിലാക്കിയത് നമ്മുടെ കയ്യിലത് ഫുള്ളും കവർ ചെയ്യാനുള്ള പച്ചപ്പില്ല. അപ്പോഴും വീടിൻ്റെ സൈഡിൽ ഇല വയ്ക്കാനുള്ള പച്ചപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ പച്ച ഇലേനെ റെഡ് ഇലയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുകട്ടോ ചെയ്തത്. അങ്ങനെ ഒരു വിധം ഞാൻ ചപ്പാത്തി പരത്തണ പോലെ അതിൻ്റെ ചുറ്റും പരത്തി കൊടുത്ത് ബാക്കിയുള്ള ഭാഗം ഞാൻ അതങ്ങനെയാണ് തിന്നണ കേസ് വന്ന് എൻ്റെ കൊച്ചി നിന്ന് പറഞ്ഞു വരും. ചപ്പാത്തി അല്ല അത്. അങ്ങനെ നമ്മളിത് ബാക്കി സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പച്ച വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ വീടിന് തന്നെ ചപ്പാത്തി വീട് അങ്ങനെ അവിടുന്ന് ക്ലേ വെച്ചിട്ട് നമ്മൾ കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ദന്തിയും മയിലും കൂട്ട് തന്നെയാണ്. ലാസ്റ്റ് ഞാൻ അവനെ ചെറുതാക്കേണ്ട വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് ഞാൻ പറയില്ല. ഇതിൻ്റെ സൈഡിലൊക്കെ പച്ചില വരും. ഞാനത് പച്ചില്ലാത്തതുകൊണ്ട് അത് റെഡിലായിട്ട് കൺവേർട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. മഴ പെയ്ത് കാരണം വീടിൻ്റെ മുറ്റത്തും ഇതുപോലെ ഒരു കൂണുകൾ പൊട്ടിമുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത് അറിഞ്ഞിട്ടും കൂണുകൾ മുളച്ച പോലെയായിരുന്നു. അപ്പം ഞാൻ പിന്നെ വീട് കൊണ്ട് ആ കൂണുകളുടെ അവിടെ തന്നെ വെച്ചു. നീ മിണ്ടാണ്ടിരുന്നരാ, നിനക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ